ഇഡലി ഫ്രൈ എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവമുണ്ട്. ബാക്കി വരുന്ന ഇഡലി വെച്ചുണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് ഇഡലി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 4 ഇഡലിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1-2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഡലി കുറച്ചായിട്ട് പാനിലേക്ക് ഇട്ട് ഇതുപോലെ മുരിച്ചെടുക്കുക. ഇട്ട ഉടനെ തന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാനിനടിയിൽ പിടിക്കും കേട്ടോ. നോൺ സ്റ്റിക് പാൻ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ മുരിച്ചെടുക്കാൻ പറ്റുമേ. ഇനി വേറൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ വീതം കടുകും പെരിഞ്ജീരകവും ചേർക്കണം. കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ നല്ലപോലെ കുറച്ച് വെക്കുക കേട്ടോ, ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി നമുക്ക് മൊരിച്ചു വെച്ചിരിക്കുന്ന ഇഡലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മൊരിച്ച ഇഡലി ആയത് കാരണം അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല. അപ്പോഴേക്കും നമ്മുടെ ഇഡലി തയ്യാറായിട്ടുണ്ട്. ഇഡലിയല്ല, ഇഡലി ഫ്രൈ തയ്യാറായിട്ടുണ്ട്.